KSRTC വലിയ പ്രതിസന്ധിയിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒക്ടോബർ മാസമാകുമ്പോഴേക്കും 15 വർഷം കഴിഞ്ഞ മുഴുവൻ വണ്ടികളും സ്ക്രാപ്പ് ചെയ്യാമെന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശം. നിയമമാണത്, പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. ഏതാണ്ട് 1200 ബസ്സുകൾ KSRTC സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും. വിൽക്കില്ല, പൊടിച്ചു കളയണമെന്നാണ്. ഇപ്പൊ തന്നെ നമ്മളെ 83ഓളം വണ്ടികൾ ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത, ഈ നിയമത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തവരിൽ 80 വണ്ടി ഡോക്കിൽ കിടക്കുകയാണ്. ഓരോരോ സാങ്കേതിക കാരണങ്ങൾ. എല്ലാ വണ്ടിയിലും GPS പിടിപ്പിക്കണം എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് നിയമം. നമുക്കറിയാം, ടാക്സികളൊക്കെ പിടിപ്പിച്ചിരുന്നു. അപ്പൊ അത് പിടിപ്പിക്കുമ്പോ അത് വർക്ക് ചെയ്യുന്നില്ല. അത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് 80 വണ്ടി പണി തീർന്ന് KSRTCയുടെ വർക്ക്ഷോപ്പിൽ കിടപ്പുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഈ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. പണ്ടപ്പോൾ വാങ്ങിച്ചു വെച്ചതാണ്. അവര് വില പേശുകയാണ്. കാരണം നമ്മൾ കൊണ്ടുവന്ന് അവരുടെ കക്ഷത്തിൽ തല വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് KSRTC കൊണ്ട് വെച്ചിരിക്കുക. ഈ 80 വണ്ടി റോഡിൽ ഇറങ്ങിയാൽ ലക്ഷക്കണക്കിന് ഒരു ദിവസം നമുക്ക് വരും. പക്ഷെ 80 വണ്ടി ഷെഡിൽ കിടക്കുകയാണ്. അതിനൊരു പരിഹാരമില്ല. ഉടൻ തന്നെ 80 വണ്ടി ഈ GPS കമ്പനിക്കാർ വന്നില്ലെങ്കിൽ പുതിയ GPS വാങ്ങിച്ചു വെച്ചിട്ട് ഈ 80 വണ്ടി റോഡിൽ ഇറങ്ങും. കാരണം വണ്ടികൾക്ക് വലിയ ഷോർട്ടേജാണ്. ഈ ഓടുന്നതിൽ പല വണ്ടികളും 15 വർഷം, അടുത്ത വർഷം കാണാൻ പറ്റാത്ത വണ്ടികളാണ് ഈ പോകുന്നത്. നമ്മളത് ഒരു തരത്തിലും പരസ്യത്തിൽ നമുക്ക് കിട്ടേണ്ട പൈസ നേരെ കിട്ടുന്നില്ല. പുതിയ പരസ്യം അതിനൊന്നും എന്റെ കാരണം എന്താണെന്ന്, ഈ പറഞ്ഞ ഒരു കെടുകാര്യസ്ഥതയുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ. എനിക്കെന്താ വേണം, 1-ാം തീയതി ശമ്പളം കിട്ടിയപ്പോൾ ആ ചിന്താഗതി. കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ പറഞ്ഞപ്പോൾ അതിനെ വിമർശനമായി കണ്ട സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ശമ്പളം കിട്ടിയാൽ അത് നടക്കണ്ട, അതിനി പറ്റില്ല. KSRTC മോട്ടോർ വെഹിക്കിൾ ആ പരിപാടിയുള്ള ആളുകൾ ലീവ് എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി, കുറേ നാൾ കഴിഞ്ഞ് പോയിട്ട് വരും. കാരണം ആ പരിപാടി ഇനി ഇവിടെ നടക്കില്ല. പരസ്യം ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചാണ്, തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ബസ് സ്റ്റേഷനിലും പരസ്യം വയ്ക്കാൻ വേണ്ടി ടെൻഡർ ചെയ്തു. ടെൻഡർ എടുത്തു, പൈസ അടയ്ക്കാൻ അവർ വന്നിട്ടുണ്ട്. സാറേ, ഒരു ബസ് സ്റ്റാൻഡിൽ 10 ബോർഡേ വെക്കാവുള്ളൂ എന്ന് പറയട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ കൊടുത്ത പരസ്യത്തിൽ 10 ബോർഡേ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതില്ല സാറേ. ഞാൻ പറഞ്ഞ അത് നമ്മളൊരു മോശപ്പെട്ട നാട്ടിൽ പറയുന്ന ഒരു വളരെ മോശമായ ഭാഷയാണ് അതിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ പറയാൻ ഒരു വ്യവസ്ഥയിൽ ഒരാൾ എഗ്രിമെന്റ് ഇടാൻ വരുമ്പോൾ പുതിയൊരു വ്യവസ്ഥ കയറ്റിയാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞ അത് വേണ്ട, തൽക്കാലം അവരോട് നിങ്ങൾ പറഞ്ഞത് ബോർഡ് വെക്കാൻ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ആൾ തന്നെ പറയുന്നുണ്ട്, സാറേ 10 ബോർഡ് പോലും പല സ്ഥലത്തും വെക്കാനൊക്കത്തില്ല, എന്നിട്ടാണ് പറയുന്ന 10 വെക്കാവൂന്ന്. അപ്പൊ ഒരാളിനകത്ത് വന്ന് ചാടിയാൽ അവന്റെ ചോര കുടിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ചെയ്ത് അൻവർ സാദത്ത് പറഞ്ഞത് ശരിയാണ്. 100% ജീവനക്കാരും കുഴപ്പക്കാരല്ല. ഒരു 10% ആളുടെ കയ്യിൽ വേലയുണ്ട്. ആ വേലയാണ് ജനങ്ങൾ കാണുന്നത്. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞ ദീർഘമായ ഒരു ചർച്ചയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞത്, KSRTC ജീവനക്കാർക്ക് എത്രയും വേഗം ഒരുമിച്ച് ശമ്പളം കൊടുക്കാനുള്ള നടപടികൾ, എന്തെങ്കിലും ആശയങ്ങൾ ഗണേഷ് കുമാർ ഉണ്ടാക്കി കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അതിനുള്ള ആശയം വർക്കൗട്ട് ആവുന്നുണ്ട്. വലിയ താമസമില്ല, നിങ്ങൾക്ക് ഒറ്റയടിക്ക് ശമ്പളം തരാനുള്ള പദ്ധതി നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിച്ചോളുക. ഞാനൊരു ദൈവവിശ്വാസിയായിട്ടാണ്, നടക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ, പെൻഷനില്ല, ഇവർ സൂക്ഷിച്ച കറക്റ്റാണ്. പെൻഷൻ ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് റിസർവ് ബാങ്ക് പലിശ വർദ്ധിപ്പിച്ചു. കാരണം പെൻഷൻ ആരാണ് തന്നിരുന്നത്? കഴിഞ്ഞ 7.5 വർഷമായി പെൻഷൻ കൊടുക്കുന്ന കേരള സംസ്ഥാന സർക്കാരാണ്. അപ്പൊ എങ്ങനെയാണ് കൊടുക്കുന്നത്? കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു കൺസോർഷ്യത്തിൽ നിന്ന് പണം എടുത്ത് പെൻഷൻ കൊടുക്കുക. 10 മാസം 12 മാസമാകുമ്പോൾ അതിന്റെ പലിശ സഹിതം KSRTC ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് ഈ ബാങ്കിന് അടച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞ 7.5 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാർ. പക്ഷേ എന്ത് സംഭവിച്ചു? ബാങ്ക് പലിശ കൂട്ടണം എന്ന് കേന്ദ്രത്തിൽ നിർദ്ദേശം വന്നിരിക്കും. അങ്ങനെ വന്നപ്പോൾ 7.5% കിട്ടിയിരുന്നത് ഇനിയിപ്പം 10.5% പലിശ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ചർച്ച നടക്കുകയാണ്. കാരണം അതുകൊണ്ടാണ് ഈ പെൻഷൻ കിട്ടാത്തത്. കാരണം ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ തരും, പക്ഷേ 10.5% പലിശ KSRTCയിൽ നിന്ന് ഗവൺമെന്റിൽ നിന്ന് വാങ്ങണം. അപ്പൊ 10 മാസം ഒരു കൊടുക്കുമ്പോൾ എത്ര രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്? അതുകൊണ്ട് തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ധനകാര്യമന്ത്രിയും ഞാനും സഹകരണ മന്ത്രിയും കൂടി ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അവിടെ വെച്ചതിലൊരു തീരുമാനം ഞങ്ങൾ ഉണ്ടാക്കിയാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പെൻഷൻ കിട്ടും എന്ന സന്തോഷ വാർത്തയും ഞാൻ അറിയാം. എല്ലാം പരിഹരിക്കും. കാരണം KSRTC ഇഷ്യൂ മാത്രമേ ഉള്ളൂ, ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. അതിവിടെ ഇരുന്ന് KSRTC ജീവനക്കാർക്ക് അറിയാം, പ്രശ്നങ്ങളേ ഉള്ളൂ. ഓരോരോ പ്രശ്നമായിട്ട് പരിഹരിക്കാൻ പോകും. കുറഞ്ഞ സമയം കൊണ്ട് അത് അസാധ്യമാണ്. പക്ഷേ KSRTC എന്ന പുസ്തകത്തെ, കുത്തഴിഞ്ഞു കിടക്കുന്ന പുസ്തകത്തെ കുത്തിക്കെട്ടുക എന്നുള്ള ജോലി മാത്രമേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. വേറെ ഇത് ലാഭത്തിലും ആവാൻ പോകുന്നില്ല പറയുന്നില്ല. പക്ഷേ ഇത് ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും. ഗണേഷ് കുമാർ മന്ത്രി സാർ എന്ന് പോയാലും, മറ്റേ MD മാറിപ്പോയാലും
മറ്റൊരു ഉദ്യോഗസ്ഥൻ മാറിപ്പോയാലും വേറൊരു സർക്കാർ വന്നാലും വേറൊരു മന്ത്രി വന്നാലും ഒരു മാറ്റവും വരുത്താത്ത വിധത്തിൽ KSRTCയെ ഒരു പ്രത്യേക കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനായ മുഖ്യമന്ത്രി എനിക്ക് അതിന് അനുവാദം തന്നിട്ടുണ്ട്. KSRTC ഇനി എല്ലാ ഓപ്പറേഷൻസും ഒരു വിരൽത്തുമ്പിൽ വരും. വേർ ഈസ് മൈ ട്രെയിൻ എന്ന് ചോദിക്കുന്ന പോലെ വേർ ഈസ് മൈ KSRTC അടക്കമുള്ള ആപ്പുകൾ പുറത്തു കൊടുത്തുണ്ടാക്കുകയല്ല, KSRTCക്ക് അകത്ത് തന്നെ ഉണ്ടാക്കുക. ജീവനക്കാർ മനസ്സിലാക്കണം, പുറത്തു കൊടുത്തുണ്ടാക്കിയാൽ ഈ ഒരു സോഫ്റ്റ്വെയറിന് ചിലപ്പോൾ 3 കോടി രൂപ ചെലവാകും. പക്ഷെ അകത്തുണ്ടാക്കുമ്പോൾ അതിന്റെ GST ലാഭിക്കാം. 18% GST ലാഭിച്ചാൽ എത്ര ലക്ഷം രൂപ ലാഭിച്ചെന്നാണ്. പുറത്തു കൊടുത്താൽ ഇതിന്റെ സോഴ്സ് കോഡ് വെച്ചിട്ട് ഈ കൊടുക്കുന്ന ആള് നമ്മളെ വില പേശും. 5 കൊല്ലം കഴിയുമ്പോൾ ഇതിനൊരു അപ്ഡേഷൻ വേണം. വിളിച്ച ആള് വരില്ല. ഈ GPS-ന്റെ കാര്യം ഇവിടെ ടാക്സി ഡ്രൈവർമാർക്ക് അറിയാം. വണ്ടിയിലെല്ലാം GPS വെച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ച 10 കമ്പനികളിനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ആ 10 കമ്പനികളിൽ എത്ര കമ്പനി ഇന്ന് നിലവിലുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കണം. കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്ത 10 കമ്പനിയുടെ സാധനങ്ങളാണ് ഈ ടാക്സികളിൽ മുഴുവൻ വെച്ചിരിക്കുന്നത്. ടാക്സി ഡ്രൈവേഴ്സിന്റെ നിവേദനം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോ ഇതിലൊരു 6-7 കമ്പനിയെ കാണാനേ ഇല്ല. ഭൂമുഖത്തില്ല ഈ 6 കമ്പനി. പക്ഷെ ഇത് സർവീസ് ചെയ്ത് കൊടുക്കുകയും ഇതിനെ ചാലുവാക്കി കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ RTO അവരുടെ ടെസ്റ്റ് നടത്തത്തില്ല. അങ്ങനെ ഈ ടാക്സി ഡ്രൈവർമാർ മുഴുവൻ വെട്ടിൽ വീണിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, വീണ് കിടക്കുകയാണ്. ഇനി അത് പരിഹരിക്കണം. കാരണം അത് ഇല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല നിയമത്തിൽ. ഈ സാധനം ഉണ്ടാക്കിയവരെയും കാണാനില്ല, സർവീസ് കൊടുക്കാന്ന് പറഞ്ഞവരെയും കാണുന്നില്ല. ഇതിനിടയിൽ ഇവിടെ ഏജന്റന്മാരെ ഒന്നിച്ച് ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പൈസ അടിക്കുക. ഏജന്റന്മാരെല്ലാം ചൂടിച്ചാണ് RTO ഓഫീസിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഏജന്റ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് നിൽക്കുന്ന കണ്ടാൽ ഏജന്റിനെ ഒന്നും ചെയ്യത്തില്ല, ഉദ്യോഗസ്ഥനെ അപ്പം തന്നെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ക്യാമറ അങ്ങ് തിരുവനന്തപുരത്തിരിപ്പുണ്ട്, ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസ്. ഇവിടെ ഒരു വീഡിയോ കണ്ടു. മലപ്പുറത്ത് കണ്ട ഒരു ഓഫീസിൽ ഓഫീസറുടെ മേശപ്പുറത്ത് ഒരാൾ ചാരി നിന്നുകൊണ്ട് ഫയലെടുത്ത് പരിശോധിക്കണം. ഇനി മേലിൽ ഒരു ഏജന്റും കൗണ്ടറിനകത്തേക്ക് കയറ്റാൻ പാടില്ല. കയറ്റിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഏജന്റിനെ ഒന്നും ചെയ്യത്തില്ല, പക്ഷെ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ പുറത്താക്കും.